നമസ്കാരം. മലയാളികളുടെ ഇന്നത്തെയും ഏറ്റവും പ്രിയപ്പെട്ട ഒരു താരം തന്നെയാണ് കാവ്യ മാധവൻ. ബാലതാരമായി സിനിമയിൽ എത്തിയ കാവ്യ മലയാള സിനിമയ്ക്കൊപ്പം തന്നെ വളരുകയായിരുന്നു. യൂത്തിനിടയിൽ മാത്രമല്ല, കുടുംബ പ്രേക്ഷകർക്കിടയിലും കാവ്യയ്ക്ക് കൈനിറയ ആരാധകർ നിറയാണ്. ചന്ദ്രമതിക്ക് നിൽക്കിൽ എന്ന സിനിമയിലൂടെയായിരുന്നു കാവ്യ മാധവൻ നായികയായി തുടക്കം കുറിച്ചത്. മുൻനിര സംവിധായകർക്കും താരങ്ങൾക്കൊപ്പമെല്ലാം പ്രവർത്തിക്കാനുള്ള അവസരവും താരത്തിന് ലഭിച്ചിട്ടുണ്ട്. നടൻ ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്ന് താൽക്കാലികമായി ഇടവേള എടുത്തിരിക്കുകയാണ് നടി. ഇപ്പോൾ നല്ലൊരു കുടുംബിനിയായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. വിവാഹത്തോടെ അഭിനയ രംഗം വിട്ടെങ്കിലും കാവ്യയോടുള്ള ആരാധനയ്ക്ക് കുറവൊന്നും വന്നിട്ടില്ല. ഇപ്പോഴും ആ സൗന്ദര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കാറുണ്ട്. കാവ്യയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ണി പലപ്പോഴും അവരുടെ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിച്ചെത്താറുമുണ്ട്. ദിലീപ് കാവ്യ മാധവൻ ദമ്പതികളുടെ വിശേഷങ്ങൾക്ക് ഇന്നും ആരാധകർ ഏറെ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെയാണ് ഇവരുടെ വാർത്തകൾ വൈറലായി മാറുന്നത്. മുൻകാലങ്ങളിൽ സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടാണ് കയ്യടി നേടിയതെങ്കിൽ ഇന്ന് ഇരുവരുടെയും സന്തുഷ്ടകരമായ കുടുംബജീവിതം നയിച്ചുകൊണ്ടാണ് ആരാധകരുടെ ഇഷ്ടം നേടിയെടുക്കുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായെങ്കിലും ഇന്നും പുതുമോടികളെ പോലെയാണ് ചിത്രങ്ങൾ ഇരുവരും നിറയുന്നത്. ഓഫ് സ്ക്രീനിലും ഞങ്ങൾ ദ ബെസ്റ്റ് ആണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നതാണ് രണ്ടുപേരുടെയും ഇന്നത്തെ ജീവിതം. ഒരുമിച്ച് പങ്കെടുക്കുന്ന വേദികളിലെല്ലാം തന്നെ സെന്റർ ഓഫ് ദ അട്രാക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും കാവ്യയും ദിലീപും തന്നെയാണ്. ഒരുപാട് ഹിറ്റുകൾ, സ്ക്രീനിലെ ബെസ്റ്റ് കെമിസ്ട്രി ഒക്കെയാണ് ഇരുവരെയും ചേർത്തുള്ള ഗോസിപ്പുകൾ മലയാള സിനിമാ ലോകത്ത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിറയാനുള്ള ഏറ്റവും വലിയൊരു കാരണമായത്. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ആ വിവാഹവും നടന്നത്. എന്നാൽ പിന്നീട് വന്ന പ്രതിസന്ധി ഘട്ടങ്ങൾ ഇരുവരും ഒന്നിച്ചു തന്നെ നേരിടുകയും ചെയ്തു. ഇവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു ചർച്ചയും വിവാദവും തന്നെയായിരുന്നു അതെല്ലാം. സമൂഹ മാധ്യമങ്ങളിൽ നിന്നും അകലം പാലിച്ച കാവ്യ എന്നാൽ ഉറച്ച ഒരു ആത്മവിശ്വാസത്തോടു കൂടി പുറത്തേക്ക് വരികയും പിന്നീട് സോഷ്യൽ മീഡിയയിൽ നിറയാനും തുടങ്ങി. കാവ്യ മാധവൻ വിവാഹം കേരളം കൊണ്ടാടിയ ഒന്ന് തന്നെയായിരുന്നു. വധുവായി കതിർ മണ്ഡപത്തിലേക്ക് കയറിയ എക്സൈറ്റഡ് ആയി നിൽക്കുന്ന കാവ്യയുടെ വീഡിയോ വർഷങ്ങൾക്ക് മുമ്പ് ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു. വിവാഹശേഷം സിനിമയിൽ നിന്നും വിട്ടുനിന്ന് നടി കുറച്ച് മാസങ്ങൾക്ക് ശേഷം വിവാഹമോചിതയായിരുന്നു. ആദ്യ വിവാഹമോചനം. വിവാഹം പോലെ തന്നെ നടിയുടെ വിവാഹമോചനവും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. ദിലീപുമായുള്ള ബന്ധമാണ് നടിയുടെ ദാമ്പത്യം തകരാൻ കാരണമെന്നാണ് അക്കാലത്ത് പ്രചരിച്ചത്. വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോഴും കാവ്യ വീണ്ടും തുടരെ ദിലീപ് സിനിമകളിൽ നായികയായി. കാവ്യയ്ക്ക് പിന്നാലെ ദിലീപും വിവാഹമോചിതനായി. ശേഷം 2016 കാവ്യ ദിലീപ് താലി കെട്ടി ഭാര്യയായി സ്വീകരിച്ചു. കഴിഞ്ഞ 9 വർഷമായി ഇരുവരും സന്തുഷ്ട ദാമ്പത്യ ജീവിതം നയിക്കുകയാണ്. ആദ്യ ദാമ്പത്യ ജീവിതം നൽകിയ ഇരുണ്ട ഓർമ്മകളാണ് വിവാഹമോചന ശേഷം 4 വർഷത്തോളം സിംഗിളായി തുടരാൻ കാവ്യയെ പ്രേരിപ്പിച്ചത്. വീണ്ടും ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഭയമാണെന്ന് വർഷങ്ങൾക്ക് മുമ്പ് നേരെ ചൊവ്വയിൽ പങ്കെടുത്ത് സംസാരിക്കവേ കാവ്യ പറഞ്ഞിരുന്നു. ആ ഭയം നടിയിൽ നിന്നും പോയത് ദിലീപ് ജീവിതത്തിന്റെ ഭാഗമായതോടെയാണ്. സിനിമയിലേക്ക് തിരിച്ചു വരാൻ സഹായിച്ചതും സുഹൃത്തിനെ പോലെ ഒപ്പം നിന്നതും ദിലീപാണെന്നും കാവ്യ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും മോശം സമയത്തും താങ്ങായി നിന്ന വ്യക്തി എന്നതാകും പങ്കാളിയായി ദിലീപിനെ സ്വീകരിക്കാമെന്ന് ചിന്തിക്കാൻ കാവ്യയെ പ്രേരിപ്പിച്ചത്. വിധിയിൽ വിശ്വസിക്കുന്നയാളാണ് ഞാൻ. എന്നെ അറിയുന്നവർക്കറിയാം. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളുമായി ജീവിക്കുക എന്നതായിരുന്നു. ഞാൻ അതിനുവേണ്ടി ജനിച്ച ഒരാളാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ വിവാഹ ജീവിതത്തിൽ മറ്റൊരു യോഗമായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ജീവിതത്തിൽ. വിവാഹം കഴിച്ചു പോയപ്പോൾ ഇനി അഭിനയിക്കുന്നില്ലെന്നൊന്നും ഞാൻ പറഞ്ഞിരുന്നില്ല. ദൈവമായിട്ട് എന്നെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കാതിരുന്നതാകും. ജീവിതത്തിൽ നിന്നും എന്ത് പഠിച്ചുവെന്ന് ചോദിച്ചാൽ വ്യക്തമായി പറയാൻ എനിക്കറിയില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് ആളുകളെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. മുമ്പ് എനിക്ക് അറിയില്ലായിരുന്നു. ഒരാളുടെ യഥാർത്ഥ രൂപം മനസ്സിലാക്കാൻ മുമ്പ് എനിക്ക് കുറെ കാലം എടുക്കുമായിരുന്നു. കല്യാണമാണ് ഏറ്റവും പ്രധാനം. അതിന് അപ്പുറം മറ്റൊന്നുമില്ലെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. എന്നാൽ അതൊന്നുമല്ല. അതിനും അപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതെന്റെ വിവാഹ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് വന്ന തോന്നലുമല്ല. കല്യാണത്തോടെ എല്ലാം തീർന്നുവെന്ന് വിശ്വസിക്കുന്നതും ശരിയല്ല. കുടുംബം എനിക്കൊപ്പം എന്നും ഉണ്ടായിരുന്നു. എന്നെ വിളിച്ചിട്ട് എനിക്കൊപ്പം നിൽക്കുന്നു എന്ന രീതിയിൽ സംസാരിച്ചിട്ട് അപ്പുറത്ത് മാറി നിന്ന് കുറ്റം പറഞ്ഞവർ എന്റെ ഫീൽഡിൽ തന്നെ ഉണ്ടായിരുന്നു. എന്റെ അനുഭവത്തെക്കാൾ ഷോക്കിംഗ് ആ തിരിച്ചറിവായിരുന്നു. വിവാഹമോചനത്തിനു ശേഷം ദൈവവിശ്വാസം കൂടിയിട്ടേ ഉള്ളൂ. എന്നെ ആളുകൾ തെറ്റുകാരിയായി കാണുന്നുണ്ടോ എന്ന ചോദ്യവും മനസ്സിലുണ്ടായിരുന്നു. എന്റെ വിഷമങ്ങൾ ഞാൻ ഏറെയും പറഞ്ഞിട്ടുള്ളത് മഞ്ജു ചേച്ചിയോടാണ്. അമ്മയെപ്പോലെ വീട്ടമ്മയാകാൻ ഞാൻ എന്തൊരു ഡിഗ്രിക്ക് പഠിക്കണം എന്നതായിരുന്നു എന്റെ പോളിസി. ചോറും സാമ്പാറും ഒക്കെ വെക്കാൻ പഠിച്ചാൽ പോരെ എന്നാണ് ചിന്തിച്ചത്. ആദ്യ ബന്ധത്തിലൂടെ ലഭിച്ച ആഘാതം മൂലം കുടുംബജീവിതം പേടിയാണെന്നാണ് അന്ന് കാവ്യ പറഞ്ഞത്. കാവ്യ ആഗ്രഹിച്ച ജീവിതം തന്നെയാണ് ഇന്ന് ജീവിക്കുന്നത്. ഒപ്പം ബിസിനസ്സിലും സജീവമാണ്. ആഗ്രഹിച്ച ജീവിതം ലഭിച്ചത് കൊണ്ടാകാം അഭിനയത്തിലേക്ക് തിരികെ വരാത്തത്. ദിലീപ് മഞ്ജുവിനെ വിലക്കി നിർത്തിയതുപോലെ കാവ്യയും സിനിമയിലേക്ക് വരുന്നതിൽ നിന്നും തടഞ്ഞിരിക്കുകയാണെന്നും ഒരു കാലത്ത് പ്രചരിച്ചിരുന്നു. നടിയുടെ വാക്കുകൾ പരിശോധിച്ചാൽ സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുന്നത് സ്വന്തം തീരുമാനപ്രകാരമാണെന്നത് വ്യക്തവുമാണ്. അതേസമയം വിവാഹത്തോടെ അഭിനയ രംഗം വിട്ടെങ്കിലും കാവ്യയോടുള്ള ആരാധകർക്കുള്ള ഇഷ്ടത്തിന് കുറവൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോഴും ആ സൗന്ദര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ വഴി നടക്കാറുണ്ട്. കാവ്യയുടെ വിശേഷങ്ങൾ ചർച്ചയാവുമ്പോൾ പുറത്തു വരുന്നത് കാവ്യയുടെ സൗന്ദര്യത്തിനും അവരോടുള്ള ആരാധനയും കൊണ്ട് ഒരു നാട് മുഴുവനും അറിയപ്പെടുന്ന കാവ്യപ്രകാശിനെ കുറിച്ചാണ്. കാവ്യ സ്വന്തമാക്കാൻ വേണ്ടി അമ്പലം തോറും വഴിപാടുകൾ നേർന്ന കാവ്യപ്രകാശൻ
ഇത് നേരത്തെയും സമൂഹ മാധ്യമങ്ങൾ വൈറലായ ഒരു പേര് തന്നെയാണ്. മാത്രമല്ല വലിയ രീതിയിൽ ചർച്ചാ വിഷയവുമായിരുന്നു. ഒരു സ്വകാര്യ ചാനലാണ് കാവ്യ പ്രകാശിന്റെ അപൂർവ കഥ പുറത്തു വരുന്നത്. കാവ്യയോടുള്ള അടങ്ങാത്ത ആരാധനയും അവരെ സ്വന്തമാക്കാൻ പ്രകാശൻ കാത്തിരുന്ന കഥയും നാട്ടുകാർ തന്നെ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. കാവ്യയോട് മാത്രമല്ല ലോട്ടറിയോടും പ്രകാശന് അടങ്ങാത്ത ഭ്രമമായിരുന്നു, അല്ലെങ്കിൽ പ്രേമമായിരുന്നു. ഒരു ദിവസം 100 ടിക്കറ്റ് വരെയൊക്കെയും പ്രകാശൻ എടുക്കാറുണ്ട്. 34 വർഷമായി തുടരുന്ന ശീലമാണിത്. കല്ലും മണ്ണും ചുമന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് പ്രകാശൻ ലോട്ടറി എടുക്കുന്നത്. എന്നാൽ അങ്ങനെ കിട്ടുന്ന കാശ് കൊണ്ട് എടുക്കുന്ന ലോട്ടറി ഇതുവരെയും ഒരു സമ്മാനം പോലും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടില്ലെന്നും നാട്ടുകാർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ബമ്പർ ലോട്ടറികളാണ് പ്രകാശൻ എടുക്കുന്നത്. അത്രയും 16 വർഷം കൊണ്ട് 60 ലക്ഷം രൂപയുടെ ലോട്ടറിയാണ് പ്രകാശൻ നേടിയെടുത്തത്. ആരൊക്കെ ഉപദേശിച്ചിട്ടും ഒരു കാര്യവും ഉണ്ടായിട്ടില്ല. ആ ലോട്ടറി എടുക്കുന്നതിൽ പ്രകാശന് ഒരു ലക്ഷ്യവും ഉണ്ടായിരുന്നു, കാവ്യയെ സ്വന്തമാക്കണമെന്ന ആഗ്രഹം. അതുമായിട്ടാണ് ബമ്പർ ലോട്ടറികൾ പ്രകാശൻ എടുത്തിരുന്നതെന്നും നാട്ടുകാർ പറയുന്നു. നാട്ടിൽ കാവ്യ പ്രകാശൻ എന്ന് പറഞ്ഞാൽ മാത്രമേ ഈ ലോട്ടറി പ്രേമിയെ അറിയുകയുള്ളൂ. അത്രയും ഇഷ്ടമായിരുന്നു കാവ്യമാധവനോട് പ്രകാശന്. കാവ്യമാധവനെ ഞാൻ വിവാഹം കഴിക്കുമെന്നാണ് പറഞ്ഞു നടന്നിരുന്നത്. അതിനായി ഒരുപാട് ക്ഷേത്രങ്ങളിൽ പൂജയും വഴിപാടും പ്രകാശൻ നടത്തിയിരുന്നതായും നാട്ടുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. കാവ്യയുടെയും പ്രകാശിന്റെയും ഫോട്ടോ ഒന്നിച്ചാക്കി വീട്ടിലെ മുൻപിലത്തെ മുറിയിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ കളിയാക്കിയിട്ടും അതിലൊന്നും മാറ്റം വന്നില്ല. കാവ്യയുടെ വിവാഹത്തിന്റെ അന്ന് ഒരുപാട് വിഷമമായിരുന്നു അദ്ദേഹത്തിന്. മുടിയൊക്കെ മുറിച്ച് ആകെ നിരാശയിലായി ഒരു തരം ഭ്രാന്തൻ അവസ്ഥയിലായിരുന്നു അന്ന് പ്രകാശൻ എന്നാണ് കണ്ണൂർ ഏഴോത്ത് സ്വദേശികൾ പറഞ്ഞിരുന്നത്. ഇതെല്ലാം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. അതേസമയം തന്നെ കാവ്യയുടെ വിശേഷങ്ങൾ അറിയാൻ ഇന്നും ആരാധകർക്ക് താല്പര്യം കൂടുതലാണ്. പല അഭിമുഖങ്ങളിലും ഇപ്പോഴും സോഷ്യൽ മീഡിയയുടെ വൈറലായി മാറാറുണ്ട്. അത്തരത്തിൽ വിവാഹത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞുള്ള കാവ്യയുടെ അഭിമുഖം സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലായി മാറിയിരിക്കുകയാണ്. അഭിമുഖത്തിൽ കാവ്യ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: വിവാഹം എന്ന് പറയുന്നത് തലയിൽ വരച്ച പോലെയാണ്. അത് ഗോപിയുടെ കാര്യം തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഞങ്ങൾ എല്ലാവരും ഒരേ പ്രായമുള്ളവരാണ്. അവൾ ഇങ്ങനെ കല്യാണം നോക്കി തുടങ്ങി എന്ന് പറയുന്ന സമയത്ത് അതിന് 2 ആഴ്ച മുമ്പ് വരെ ഞങ്ങൾ കണ്ടതായിരുന്നു. പക്ഷേ ആ സമയത്ത് കുറച്ച് നോക്കി വെച്ചിട്ടുണ്ടെന്നല്ലാതെ ഒന്നും ആയിട്ടില്ലായിരുന്നു. അടുത്തയാഴ്ച അവൾ വിളിച്ചു പറഞ്ഞു അത് സെറ്റായി, നീ ഇത് ആരോടും പറയേണ്ടെന്നാണ് ഗോപിക പറഞ്ഞിരുന്നത്. പക്ഷേ അടുത്ത സുഹൃത്തുക്കളിൽ ഒതുങ്ങിയ ഒരു കാര്യം തന്നെയായിരുന്നു. പിന്നീട് അത് പബ്ലിക് ആവുകയും ചെയ്തിരുന്നു. ഇങ്ങനെയല്ലേ ഓരോ മാറ്റവും ജീവിതത്തിൽ ഉണ്ടാകുന്നതെന്നാണ് കാവ്യ ചോദിക്കുന്നത്. അവൾ കഴിഞ്ഞയാഴ്ച വരെ നമ്മളെല്ലാം ഓരോ കാര്യം പറഞ്ഞിരുന്നവരാണ്. ഞാനും ഭാവനയും ഗോപികയും കൂടിയാണ് റിമി ടോമിയുടെ കല്യാണത്തിന് പോയത്. ഞങ്ങൾ എല്ലാവരും കൂടി അവളുടെ വീട്ടിൽ വെച്ച് ഓരോ കാര്യം പറയുമ്പോഴും അടുത്തയാഴ്ച ഗോപിക എൻഗേജ്ഡ് ആവും എന്ന് അറിഞ്ഞിരുന്നില്ലെന്നാണ് കാവ്യ പറയുന്നത്. പുതിയ ലൈഫിലേക്ക് പോവുകയാണെന്ന് ഞങ്ങളോ അറിഞ്ഞിരുന്നില്ല. പക്ഷേ എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഒരാഴ്ചയാകുമ്പോഴേക്കും കല്യാണവും വന്നു. റിസപ്ഷൻ കഴിഞ്ഞ് അവൾ അയർലാൻഡിലെ വീട്ടിലും എത്തി. ഇത്ര കുറച്ച് മാസങ്ങൾ കൊണ്ട് എത്രയൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായതെന്നാണ് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ ചിന്തിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. എൻ്റെ വീട്ടിലും കല്യാണം നോക്കി തുടങ്ങിയ സമയമായിരുന്നു അത്. എൻ്റെ ജീവിതത്തിലും ഇതുപോലെയായിരിക്കും. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എല്ലാം ഓക്കെ ആകും, പിന്നെ ഡിം. 2 നിലയുള്ള വീടിനോടൊന്നും ഒട്ടും താല്പര്യമില്ലാത്ത ആളാണ് കാവ്യ. അതും ഇതുപോലെയുള്ള ഒരു കോളനിക്ക് അകത്തൊന്നുമല്ല ആഗ്രഹിച്ചതെന്ന് കാവ്യ പറയുന്നു. കുറച്ചുള്ളിലോട്ട് ശരിക്കും ഒരു ഗ്രാമാന്തരീക്ഷത്തിലുള്ളൊരു വീട്, കുറേ സ്ഥലത്തിന് നടുവിലായൊരു വീട്, കുഞ്ഞു വീടായിരിക്കണം. ജോലിക്കൊന്നും ആളെ കിട്ടാതെ വരുന്ന സമയത്ത് നമുക്ക് തന്നെ മാനേജ് ചെയ്യാൻ കഴിയണം. പഴമ തോന്നിക്കുന്ന ഒരു വീടായിരിക്കണം. അതിനിപ്പോൾ എല്ലാവർക്കും 4 കെട്ടുള്ള വീടാണല്ലോ ഇഷ്ടം. ചുറ്റും വരാന്ത വേണം. മഴ പെയ്യുമ്പോൾ നല്ല രസമായിരിക്കും. വീട്ടിൽ പശുവൊക്കെ വേണം. നമ്മുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാ പച്ചക്കറികളും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നതെന്ന് കാവ്യ പറയുന്നുണ്ട്. ഞാനത് മാറ്റിവെച്ചിട്ടൊന്നുമില്ല. ഒരു പക്ഷേ കറങ്ങിത്തിരിഞ്ഞ് നീലേശ്വരത്ത് തന്നെയായിരിക്കും അതുണ്ടാവാൻ പോകുന്നതെന്നും കാവ്യ പറഞ്ഞിരുന്നു. അതാണ് തൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളൊരു വീടെന്ന് പറയുന്നത്. ഇതിപ്പോൾ പ്രിയപ്പെട്ടതാണ്. എല്ലാത്തിനു പിന്നിലും പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യവുമുണ്ട്. ഞാൻ പോലും അറിയാതെ എൻ്റെ കല്യാണം എത്രയോ വട്ടം കഴിഞ്ഞിരിക്കുന്നു. ഗുരുവായൂരിൽ വെച്ച് എൻ്റെ താലികെട്ട് കഴിഞ്ഞു എന്ന വാർത്ത കേട്ടാണ് ഒരു ദിവസം ഞാൻ ഉണർന്നത്. അച്ഛനാണ് മോളെ നിന്റെ കല്യാണം കഴിഞ്ഞു അത്രയെന്ന് പറഞ്ഞത്. മൊബൈലുകളിലൂടെയായി പ്രചരിക്കുകയായിരുന്നു. താലികെട്ടിയ മുഹൂർത്തം വരെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും അറിയേണ്ടിരുന്നത് ചെറുക്കനെ കുറിച്ചായിരുന്നു. അത് സത്യമാണോ എന്ന് അല്ലായിരുന്നു. ഗോസിപ്പില്ലെങ്കിൽ ജീവിതമില്ല എന്ന സ്ഥിതി വിശേഷണമാണുള്ളത്. അഭിനയത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ എനിക്കറിയില്ല. ആക്ഷൻ പറഞ്ഞ് കട്ട് പറയുന്ന സമയം വരെ എന്തൊക്കെയോ ചെയ്തു പോകുന്നു. ആരുടെയൊക്കെയോ ഒരു അനുഗ്രഹം. പുതിയ കുട്ടികളൊക്കെ സംസാരിക്കുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട്. ഒറ്റപ്പടം ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയവരെ പോലെ സംസാരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് നാണമാണ്. എല്ലാം ദൈവാനുഗ്രഹം എന്ന് കരുതുന്നയാളാണ് ഞാൻ. അങ്ങനെ വിശ്വസിക്കാത്തവരുമുണ്ട്. 2.5-3.5 വയസ്സുള്ള സമയത്ത് ഫാൻസി ഡ്രസ്സ് മത്സരം ഉണ്ടായിരുന്നു. അതാണ് കലാരംഗത്തേക്കുള്ള എൻ്റെ ആദ്യ കാൽവെപ്പ്. വയസ്സായ ഒരു അമ്മൂമ്മയായാണ് അന്ന് വേഷമിട്ടത്. അതിന് 1ാം സമ്മാനം കിട്ടി. അതിന്റെ ഫോട്ടോയൊക്കെ ഉണ്ടായിരുന്നു.
ആ ആൽബം നഷ്ടമായി. യുവജനോത്സവം കുട്ടികളുടെ കഴിവ് വളർത്താനും ഒരു പരിധിവരെ തളർത്താനും കാരണമാവുന്നുണ്ട്. എല്ലാ വർഷവും ആ സമയത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. കുട്ടികളിൽ മത്സരബുദ്ധി ഉണ്ടാകുന്നതിനാലാണ് പ്രശ്നങ്ങൾ. ആ സമയത്ത് കുറെ ക്ലാസ്സൊക്കെ മിസ്സാവാറുണ്ട്. കുട്ടികളിൽ ടീച്ചേഴ്സും പാരന്റ്സും ഒക്കെ ഉണ്ടാക്കുന്ന പ്രഷറുണ്ട്. എനിക്ക് അച്ഛനും അമ്മയും അങ്ങനെയുള്ള പ്രഷറൊന്നും തന്നിരുന്നില്ല. സിനിമയിലെ തിരക്ക് എന്റെ പഠിപ്പിനെയാണ് ബാധിച്ചത്. നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡും വേണ്ടുന്ന കാര്യവുമാണെങ്കിൽ സ്വയം നമ്മൾ സമയം കണ്ടെത്തും. ഷൂട്ട് കഴിഞ്ഞ് വന്നാലും എനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. ഇതിനൊക്കെ സമയമുണ്ടല്ലോ എന്ന് അമ്മ ചോദിക്കാറുണ്ട്. സിനിമ എന്റെ ജോലിയാണ്. എനിക്കിത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇഷ്ടം കൂടിയതെന്നാണ് കാവ്യ പറയുന്നത്.